ഹരി ഓം. ദശകം 35 ശ്ലോകം 4. ത്വം സുഗ്രീവാംഗദാദേ പ്രബലകപിചമോ ചക്രവിക്രാന്തഭൂമി ചക്രോഭിക്രമ്യ പാരേ ജലധി നിശിചരേന്ദ്രാനുജാശ്രീയമാണഃ തത്പ്രോക്താം ശത്രുവാർത്താം രഹസി നിശമയൻ പ്രാർത്ഥനാപാർത്ഥ്യരോഷ പ്രാസ്താഗ്നേയാസ്ത്രതേജസ്ത്രസദുദതിഗിരാ ലബ്ധവാൻ മധ്യമാർഗം. പദച്ഛേദം നോക്കാം. ത്വം സുഗ്രീവ അംഗദ ആദി പ്രബല കപി ചമൂ ചക്ര വിക്രാന്ത ഭൂമി. ത്വം സുഗ്രീവാംഗദാദി പ്രബല കപിചമൂ ചക്രവിക്രാന്ത ഭൂമി ചക്രഃ അഭിക്രമ്യ ചക്രോഭിക്രമ്യ പാരേ ജലധി നിശിചരേന്ദ്ര അനുജ ആർഷീയമാണഃ. അവിടെ ഒന്ന് ശ്രദ്ധിച്ചോണം. പാരേ ജലധി നിശിചരേന്ദ്ര അനുജാശ്രീയമാണഃ. നിശിചരേന്ദ്ര അനുജ ആശ്രീയമാണഃ. തത് പ്രോക്താം ശത്രുവാർത്താം രഹസി നിശമയൻ പ്രാർത്ഥനാ അപാർത്ഥ്യരോഷ തത്പ്രോക്താം ശത്രുവാർത്താം രഹസി നിശമയൻ പ്രാർത്ഥനാപാർത്ഥ്യരോഷ പ്രാസ്ത ആഗ്നേയ അസ്ത്ര പ്രാസ്താഗ്നേയാസ്ത്ര തേജഃ ത്രസദ് ഉദധി ഗിരാ ലബ്ധവാൻ മധ്യമാർഗം. പ്രാസ്താഗ്നേയാസ്ത്രതേജസ്ത്രസദുദതിഗിരാ ലബ്ധവാൻ മധ്യമാർഗം. ത്വം സുഗ്രീവാംഗദാദേ പ്രബലകപിചമൂ ചക്രവിക്രാന്തഭൂമി ചക്രോഭിക്രമ്യ പാരേ ജലധി നിശിചരേന്ദ്രാനുജാശ്രീയമാണഃ തത്പ്രോക്താം ശത്രുവാർത്താം രഹസി നിശമയൻ പ്രാർത്ഥനാപാർത്ഥ്യരോഷ പ്രാസ്താഗ്നേയാസ്ത്രതേജസ്ത്രസദുദതിഗിരാ ലബ്ധവാൻ മധ്യമാർഗം. ദശകം 35 ശ്ലോകം 4 അന്വയവും അർത്ഥവും നോക്കാം. ഈ ശ്ലോകം 4 ശ്രീരാമൻ വാനര സൈന്യങ്ങളോട് കൂടിയിട്ട് പുറപ്പെട്ടു വന്നിട്ട് ആ സമുദ്രത്തിൽ ചിറകെട്ടുവാൻ തുടങ്ങുന്ന കാര്യങ്ങളാണ് സംഗ്രഹിച്ച് പറഞ്ഞിരിക്കുന്നത്. ത്വം സുഗ്രീവാംഗദാദി പ്രബല കപിചമൂ ചക്രവിക്രാന്ത ഭൂമി ചക്രഃ അഭിക്രമ്യ. ത്വം നിന്തിരുവടി സുഗ്രീവ അംഗദ ആദി സുഗ്രീവൻ അംഗദൻ മുതലായ പ്രബല കപിചമൂ ചക്രവിക്രാന്ത പ്രബലന്മാരായ വാനരന്മാരുടെ ആ സൈന്യ സമൂഹങ്ങളെ കൊണ്ട് ഭൂമി ചക്രഃ അഭിക്രമ്യ ഭൂമണ്ഡലം ആക്രമിച്ചുകൊണ്ട് നേരെ പുറപ്പെട്ട് ചെന്ന് പാരേ ജലധി സമുദ്രതീരത്തിൽ വെച്ച് നിശിചരേന്ദ്രാനുജ ആശ്രീയമാണഃ നിശിചരേന്ദ്ര അനുജ ആശ്രീയമാണഃ. സമുദ്രതീരത്തിൽ വച്ച് രാവണൻ്റെ അനുജനായ വിഭീഷണൻ വന്ന് ശരണം പ്രാപിച്ച് രഹസി തത് പ്രോക്താം ശത്രുവാർത്താം നിശമയൻ രഹസ്യമായിട്ട് ആ വിഭീഷണൻ പറഞ്ഞ ശത്രുവായ രാവണൻ്റെ വർത്തമാനം കേട്ടതിന് ശേഷം. ഇതൊക്കെ വളരെ സംഗ്രഹിച്ച് പറഞ്ഞിരിക്കുകയാണ്. ആണ് പാരേ ജലധി നിശിചരേന്ദ്രാനുജാശ്രീയമാണഃ രഹസി തത്പ്രോക്താം ശത്രുവാർത്താം നിശമയൻ. സമുദ്രതീരത്തിൽ വെച്ച് രാവണൻ്റെ അനുജനായ വിഭീഷണൻ വന്ന് ശ്രീരാമനെ ശരണം പ്രാപിച്ച് രഹസ്യമായിട്ട് ആ വിഭീഷണൻ രാവണൻ്റെ വർത്തമാനമെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. ആ വർത്തമാനം കേട്ടതിനു ശേഷം
പ്രാർത്ഥനാ പാർത്ഥ്യരോഷ പ്രാസ്ഥാഗ്നേയാസ്ത്ര തേജസ്ത്രസതുദതിഗിര. പ്രാർത്ഥനാപാർത്ഥ്യരോഷ, തൻ്റെ അഭ്യർത്ഥന, തൻ്റെ ശ്രീരാമൻ്റെ അഭ്യർത്ഥന ഫലിച്ചില്ലെന്ന് കണ്ടപ്പോൾ ശ്രീരാമൻ കോപിച്ച് തൊടുത്തുവിടുവാൻ തുടങ്ങിയ ആഗ്നേയാസ്ത്രത്തിൻ്റെ തേജസ് കണ്ട് പേടിച്ച സമുദ്രത്തിൻ്റെ വാക്കുപ്രകാരം. അതാണ് പ്രാർത്ഥനാ പാർത്ഥ്യരോഷ പ്രാസ്ഥാഗ്നേയാസ്ത്ര തേജ ത്രസദ ഉദതിഗിര. തൻ്റെ അഭ്യർത്ഥന ഫലിച്ചില്ലെന്ന് കണ്ടപ്പോൾ കോപിച്ച് തൊടുത്തുവിടാൻ തുടങ്ങിയ ആഗ്നേയാസ്ത്രത്തിൻ്റെ തേജസ് കണ്ട് പേടിച്ച സമുദ്രത്തിൻ്റെ വാക്കുപ്രകാരം മധ്യമാർഗം ലബ്ധവാൻ. സമുദ്രത്തിൻ്റെ ആ മധ്യത്തിൽ മാർഗം ലഭിച്ചു. അപ്പോൾ ഈ ശ്രീരാമൻ, സുഗ്രീവൻ, അംഗദൻ എന്നിങ്ങനെയുള്ള പ്രബലന്മാരായിട്ടുള്ള വാനരന്മാരുടെ നേതൃത്വത്തിൽ ആ ഭൂമണ്ഡലം നിറഞ്ഞു നിൽക്കുന്ന വാനരപ്പടയോട് കൂടിയിട്ട് സമുദ്രത്തിൻ്റെ തീരത്തിലെത്തി. അപ്പോൾ ഈ രാവണൻ്റെ അനുജനായിട്ടുള്ള വിഭീഷണൻ ശ്രീരാമൻ്റെ സമീപത്തിൽ അഭയം പ്രാപിച്ചു വന്നു. അപ്പോൾ അവിടെ വന്ന് ചേർന്നു. അപ്പോൾ ആ വിഭീഷണൻ ഇങ്ങനെ രാവണൻ്റെ വൃത്താന്തങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആ ശത്രുവായിട്ടുള്ള രാവണൻ്റെ വൃത്താന്തങ്ങളൊക്കെ കേട്ട ശേഷം ആ ലങ്കയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സമുദ്രമധ്യത്തിലൂടെ വഴി തരുവാൻ വേണ്ടിയിട്ട് വരുണദേവനോട് അഭ്യർത്ഥിച്ചു. എന്നിട്ടോ വരുണദേവൻ ഭഗവാന്റെ അപേക്ഷയെ കൈക്കൊണ്ടില്ല. അപ്പോൾ ആ അപേക്ഷ കൈക്കൊള്ളാത്തതിൽ ആ ദേഷ്യം വന്നിട്ട് ശ്രീരാമൻ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചു. അപ്പോൾ അങ്ങനെ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞപ്പോൾ ആ ഭയാക്രാന്തനായിട്ട് ആ സമുദ്രദേവൻ ശ്രീരാമന് കടൽ കടക്കുവാനായിട്ടുള്ള ഉപായം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ആ സമുദ്രം വന്നിച്ചിട്ട് ആ സമുദ്രമധ്യത്തിൽ ചിറകെട്ടുവാനായിട്ടുള്ള വഴിയും പറഞ്ഞു കൊടുത്തു. അതാണ് സേതുബന്ധനം. ത്വം സുഗ്രീവാംഗദാദേ പ്രബലകപിജമോ ചക്രവിക്രാന്തഭൂമി ചക്രോഭിക്രമ്യ പാരേ ജലധി നിശിചരേന്ദ്രാനുജാശീയമാണഃ തത്പ്രോക്താം ശത്രുവാർത്താം രഹസി നിശമയൻ പ്രാർത്ഥനാപാർത്ഥ്യരോഷ പ്രാസ്ഥാഗ്നേയാസ്ത്രതേജസ്രസതുദതിഗിരാ ലബ്ധവാൻ മധ്യമാർഗം.